ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും തൃഷ്ണാസ് കിച്ചൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വെറും 15 മിനിറ്റ് കൊണ്ട് ഒരു കേക്ക് എങ്ങനെ ഈസി ആയിട്ട് ചെയ്യാം എന്നാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിനാവശ്യമായ സാധനങ്ങൾ: 8 സ്പൂൺ മൈദ, 8 സ്പൂൺ എണ്ണ, 8 സ്പൂൺ പഞ്ചസാര പൊടിച്ചത്, 3 സ്പൂൺ കൊക്കോ പൗഡർ, 8 സ്പൂൺ പാൽ, അല്പം പൈനാപ്പിൾ എസൻസ്, അല്പം ബേക്കിംഗ് സോഡ, അല്പം ഉപ്പ്, 2 മുട്ട. ആദ്യമായി നമ്മൾ കേക്ക് ഉണ്ടാക്കാൻ പോകുന്ന ഫ്രൈ പാൻ എടുത്ത് അതൊന്ന് എണ്ണ തേച്ച് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മൾ എണ്ണ തേച്ചു. ഇനി ഇതിലേക്ക് ഒരല്പം മൈദാ മാവ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അടുത്തതായി ഒരു മിക്സിയുടെ ജാർ എടുത്ത് അതിലേക്ക് 2 മുട്ട പൊട്ടിച്ച് ഒഴിക്കാം. ഇതിലേക്ക് ഒരു 8 സ്പൂൺ പഞ്ചസാര പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ അടിച്ചെടുത്ത മുട്ട നമുക്ക് ബൗളിലേക്ക് മാറ്റാം. നമുക്ക് ഇതിന്റെ പുറത്തൊരു അരിപ്പ വെച്ച് അതിലൊരു 8 സ്പൂൺ മൈദാ മാവ് ഇടുക. അരിച്ചെടുത്ത മൈദയിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന എണ്ണ അത് ചേർക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 3 സ്പൂൺ കൊക്കോ പൗഡർ ചേർക്കാം. ഇതിലേക്ക് 1/2 സ്പൂൺ പൈനാപ്പിൾ എസൻസ് കൂടി ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്കിതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പാലും അതുപോലെ ഒരു 1/2 സ്പൂണ് ബേക്കിംഗ് പൗഡറും കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതിലൊരു ഉപ്പും കൂടി ഇട്ട ശേഷം നമുക്ക് പാനിലേക്ക് ഇത് മാറ്റാം. അപ്പോൾ നമുക്കിത് പാനിലേക്ക് ഒഴിക്കുകയാണ്. കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനൊന്ന് ഈ കുമ്പിളുകളൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഒന്ന് ടാപ്പും കൂടെ ചെയ്ത് കൊടുക്കാം. നല്ല ഷേപ്പിൽ കുമ്പിളുകളൊക്കെ ഒന്ന് പോയി നല്ല ഇതിൽ കിട്ടും. അതിനായിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് ഗ്യാസിലേക്ക് വയ്ക്കാം. ഇപ്പോൾ പാൻ വയ്ക്കുന്നതിന് മുമ്പ് ഇതുപോലെ തട്ട് വെച്ചിട്ട് അതിൻ്റെ പുറത്ത് പാൻ വെച്ചാൽ അത് കേൾക്കുമ്പോൾ കരിയാതെ കിട്ടും. നമുക്കൊരു 20 മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ ഒന്ന് വേവിക്കാം. 20 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ കേക്ക് ഇവിടെ തയ്യാറായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിനൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമുക്കിതിനെ ഒന്ന് കട്ട് ചെയ്യാം. നമ്മുടെ കേക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റായ കേക്കാണിത്. അപ്പോൾ നമുക്കിത് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റും. എല്ലാവരും പരീക്ഷിക്കണം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുപോലെ സബ്സ്ക്രൈബും ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിനടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ പുതിയൊരു ഫോവുമായി വീണ്ടും വരുന്നവരേക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.